പഴയകാല നിർമ്മിതികളും പ്രകൃതി ഭംഗിയും ഒഴുകുന്ന ജലത്തിന്റെ ശബ്ദവും ഒക്കെ കൂടിയ ഒരു മനോഹരമായ സ്പോട്ടാണ് ചാലിയക്കര എന്ന ഗ്രാമത്തിലെ ഈ അക്വിഡക്റ്റ്. കല്ലടയാറിന്റെ ഒരു കൈവരിയായിട്ടുള്ള മുക്കടയാറിന് കുറുകെയാണ് ഈ അക്വിഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ചാലിയക്കരയാറ് എന്നും മുക്കടയാറിനെ പറയപ്പെടാറുണ്ട്. 1939 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച AVTയുടെ റബ്ബർ എസ്റ്റേറ്റ് ഫാക്ടറിയും അവരുടെ ഓഫീസുകളും ഒക്കെ ഈ അക്വിഡക്റ്റിന് വളരെ അടുത്തായി തന്നെയാണ്. ചാലിയക്കര എന്ന പേര് ബ്രിട്ടീഷുകാർക്ക് വഴങ്ങാത്തത് കൊണ്ട് അവർക്ക് വഴങ്ങുന്ന രീതിയിൽ ചാലിയക്കാരി എന്നാക്കി. ചാലിയക്കരയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാം ഇങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. വൻമരങ്ങൾ അക്വിഡക്റ്റിന് മുകളിൽ ചില്ലവിരിച്ച് തണലേകുമ്പോൾ ശരിക്കും ഒരു വനഭൂമിയിലൂടെ നടക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കുന്നതിനുമൊക്കെയായി നിരവധി പേരാണ് ഈ സ്ഥലത്ത് വന്നു പോകാറുള്ളത്. അക്വിഡക്റ്റിന് ഇരുവശങ്ങളിലായി കനാൽ വന്നു ചേരുന്നതും പോകുന്നതും കാണാൻ സാധിക്കും. ശരിക്കും ഈ കാഴ്ച കണ്ടില്ലെങ്കിൽ അക്വിഡക്റ്റിന് മുകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇത് സാധാരണ ഒരു പാലം മാത്രമേ തോന്നുകയുള്ളൂ. അക്വിഡക്റ്റ് എന്നത് രണ്ട് താഴ്വാരങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാട്ടർ ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാട്ടർ പാസേജിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി ആളുകൾക്കും വാഹനങ്ങൾക്കും സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്ത് ചാലിയക്കര എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായ ഈ അക്വിഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. 270 മീറ്ററാണ് ഈ അക്വിഡക്റ്റിന്റെ നീളം. വനഭൂമിയോടും എസ്റ്റേറ്റിനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഇവിടെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മയിലും കാട്ടുപന്നിയും കുരങ്ങും മലയണ്ണാനും ഒക്കെ ഇവിടത്തെ നിത്യസന്ദർശകരാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ ഇവയെ ഒന്നും കാണാൻ സാധിച്ചില്ല. അക്വിഡക്റ്റിന് മുകളിലെ പാലത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലെ നടന്നുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ചതായിരുന്നു. അക്വിഡക്റ്റിന് മുകളിൽ വാഹനം ഓടിച്ചെത്തണം എങ്കിൽ ചാലിയക്കര ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ AVT എസ്റ്റേറ്റിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് കാണുന്ന റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ ഇരിക്കുന്ന Y ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും ഇടത്തേക്കുള്ള കനാൽ റോഡ് നേരെ എത്തുന്നത് അക്വിഡക്റ്റിലേക്കാണ്.